മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. നമ്മുടെ കുട്ടികൾ ഒരു എക്സ്കർഷന് പോകുന്നത് പോലുള്ള സന്തോഷത്തിലാണ് KSRTC ബസ്സിൽ ഇപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പാട്ടാണ് ഇപ്പൊ മിനിസ്റ്റർ കേട്ടത് KSRTC ബസ്സിൽ നിന്ന്. അതെ 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 അവർ കുട്ടികൾ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ആ കുട്ടികളെ സ്വീകരിച്ചവരെ സമ്മേളന ഹാളിലത്തേക്ക് കൊണ്ടുപോകും. വെള്ളാറമ്മല GVHS നിന്ന് 553 കുട്ടികളും മുണ്ടക്ക LPSയിൽ 61 കുട്ടികളും അങ്ങനെ 614 കുട്ടികൾ ഉണ്ടാവും. GHSS മേപ്പാടിയിലാണ് അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സന്ദേശത്തോടുകൂടി ചടങ്ങ് ആരംഭിച്ച ശേഷം മറ്റ് മന്ത്രിമാർ എല്ലാം സംസാരിക്കും, ജനപ്രതിനിധികളും സംസാരിക്കും. മിനിസ്റ്റർ, ഒരു പ്രേക്ഷകർ പറയായിരുന്നു മിനിസ്റ്ററുടെ സാന്നിധ്യം അവിടെ കുട്ടികൾക്ക് ഒരു അമ്മാവനെ പോലെ, ഒരു മുത്തശ്ശനെ പോലെ അവിടെ അവർക്ക് അനുഭവപ്പെടും എന്ന് പറയുകയായിരുന്നു ഒരു പ്രേക്ഷകൻ. തീർച്ചയായിട്ടും വളരെ എളുപ്പം നമുക്ക് ഈ സംവിധാനം ഒരുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് മിനിസ്റ്റർ ശിവൻകുട്ടി. കാര്യം കുട്ടികൾക്ക് അതേ സ്കൂൾ കിട്ടിയില്ലെങ്കിലും ആ കൂട്ടുകാരെ തിരിച്ചൊരുമിച്ചൊരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ താൽക്കാലികമായിട്ട് അഡീഷണൽ ക്ലാസ് കിട്ടുന്നുണ്ട്. 2-3 ആഴ്ച കൊണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹാരം ഉണ്ടാവും. കുട്ടികളുടെ മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ തന്നെ പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവ് ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. വലിയൊരു കാര്യമാണ് കേട്ടോ മിനിസ്റ്റർ. കാരണം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നമ്മളൊരു സംവിധാനത്തെ ഒന്ന് പടുത്തുയർത്താൻ ശ്രമിക്കുകയാണ്. വളരെ പെട്ടെന്ന് അധ്യാപകരും അവിടെ ഞങ്ങളിന്ന് രാവിലെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു. ആ സ്കൂളിലെ ചിത്രങ്ങൾ വരച്ചും ക്രമീകരണമൊക്കെ ഒരുക്കി. കുട്ടികൾ വരുമ്പോൾ തന്നെ അവർക്ക് കിറ്റാ കിട്ടുന്നത് അല്ലേ? പുതിയ ബാഗ്, പുതിയ പഠിക്കാനുള്ള സാമഗ്രികൾ. അതെ 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 ഇപ്പം ഞാൻ പറഞ്ഞ കുട്ടികളോടും TV-ക്കാരോടും എല്ലാം പറഞ്ഞു, ആഹ്ലാദം ഒരു അതിരുകടന്ന് പോകണ്ട. കാരണം നമ്മളൊരു ദുഃഖത്തിന്റെ നടുവിലാണല്ലോ നിൽക്കുന്നത്. നമുക്ക് അതിനെ മറക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ദുഃഖം മാറ്റുക എന്ന ഒരു ചെറിയ ആഹ്ലാദം മാത്രം മതി എന്നാണ് ഞാൻ ഇന്നും കുട്ടികളോട് പറഞ്ഞതും നാട്ടുകാരോട് പറഞ്ഞതും. ഓക്കെ, ശരിയാണ് മിനിസ്റ്റർ. ഒരു കാര്യം കൂടി, നമുക്കിപ്പോൾ ഈ താൽക്കാലിക സംവിധാനമാണ്, കമ്മ്യൂണിറ്റി ഹാളും പുതുതായിട്ട് ക്രമീകരിച്ച ക്ലാസ് മുറിയും ഒക്കെയാണ്. നമുക്ക് ഇവർക്കൊരു സ്ഥിര സംവിധാനം ഇനി താമസിയാതെ തന്നെ കൊടുക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ? വളരെ താമസിക്കാതെ തന്നെ ഈ ടൗൺഷിപ്പിന്റെ കാര്യം വളരെ വേഗതയിൽ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. അതുവരെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കും. ഇവിടെ ഈ സ്കൂളിൽ നമ്മുടെ ഇന്നിപ്പോൾ കുട്ടികൾ വരുന്ന GHS മേപ്പാടി സ്കൂൾ അതിനു വേണ്ടിയുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കുന്നു. കൗൺസിലിംഗ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്. കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവരുടെ യാത്ര പ്രശ്നമുണ്ട്. അത് ചില ഒന്ന് രണ്ട് മേഖലയിലും കൂടെ മേഖലയിലും കൂടെ അഡീഷണൽ വാഹനം ഇടേണ്ടതായിട്ടുണ്ട്. അതിന്റെ സംവിധാനം ചെയ്യുന്നുണ്ട്. മിനിസ്റ്റർ, നമ്മൾ ഈ കുട്ടികൾ പഠിക്കുന്ന അത്രയും ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും ഈ വണ്ടി സൗജന്യമായിരിക്കും അല്ലേ? ബസ് സൗജന്യമായിരിക്കും. ഈ പുനഃപ്രവേശന ഉത്സവം കഴിഞ്ഞ ശേഷം നമുക്ക് ഈ കുട്ടികൾക്ക് മുഴുവൻ മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്കുള്ളത് പോലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കും. അവർക്ക് ഈ 10-40 ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രത്യേക സംവിധാനം ഒരുക്കും. അവർക്ക് പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സംവിധാനം ഒരുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പുനഃസ്ഥാപിക്കും. നമുക്ക് അവിടെ ഈ മിനിസ്റ്റർ അവിടെ പോയതല്ലേ, ആ പഴയ സ്കൂളിൽ വലിയ ഗ്രൗണ്ടൊക്കെ ആയിരുന്നു അല്ലേ? ആ കുട്ടികളൊക്കെ നന്നായിട്ട് ഓടിക്കളിച്ച് നടന്ന ഗ്രൗണ്ടും ആ പുഴയും ഒക്കെ അതൊക്കെ പോയി. പക്ഷെ അതൊന്നും നമുക്കിനി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പഴയ കെട്ടിടം ഇപ്പോൾ ഇനി തകർന്നു പോകാത്ത നിൽക്കുന്ന കെട്ടിടം അതങ്ങനെ തന്നെ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആണല്ലേ? അപ്പോൾ ആ കെട്ടിടം നമ്മൾ അതേപടി നിലനിർത്തും. പക്ഷെ അവിടെ ക്ലാസ് തുടങ്ങാൻ പറ്റുമെന്നുള്ളത് കെട്ടിടത്തിന്റെ ശക്തി പരിശോധിച്ചതിന് ശേഷം അല്ലേ? അല്ല, അത് പക്ഷേ അതൊരു സ്മരണയായി നിലനിർത്തണമെന്നുള്ളതാണ് പൊതുവെ നാട്ടുകാരുടെയും കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ഒക്കെ ഇതിന് അഭിപ്രായം. അത് മുഖ്യമന്ത്രി ഏതാണ്ട് അംഗീകരിച്ച മട്ടിലാണ്. വെരി ഗുഡ് മിനിസ്റ്റർ. അതങ്ങനെ നിൽക്കട്ടെ. കാര്യം ആ കെട്ടിടം നിന്നത് ആ നാട്ടിലെ കുറേ മനുഷ്യരുടെ ജീവനും രക്ഷിച്ചു. അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും വളരെ സന്തോഷകരമായൊരു ദിനത്തിലാണ് ഞങ്ങളും മിനിസ്റ്റർക്കൊപ്പം അവിടെയുണ്ട് ഞങ്ങളുടെ പ്രതിനിധികളും. താങ്ക്സ് എ ലോട്ട് മിനിസ്റ്റർ. വിദ്യാഭ്യാസ താങ്ക് യു അരുൺകുമാർ.